ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തന്നെ. കാരണം ഇത്ര നാൾ വീഡിയോ ചെയ്യാണ്ടിരുന്നിട്ട് പെട്ടെന്ന് എന്താ കയറി വന്നത്, അത് ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയുടെ കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്നാണ് തുടങ്ങുന്നത്, കുറച്ച് ദിവസങ്ങളുടെ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എന്നാത്ത തുടങ്ങുന്നതെന്ന് നിങ്ങളുടെ മുമ്പിലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 സെപ്റ്റംബർ ആദ്യവാരം ഉണ്ടാകും തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ ആദ്യവാരമായിരിക്കും മലയാളം സീസൺ 8 ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാൻ പോവുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ ഓഗസ്റ്റിൽ ഒരു പ്രൊമോ വരുന്നുണ്ട്. കാരണം പ്രൊമോയ്ക്ക് വേണ്ടി കുറേ പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജൂലൈയിൽ വരും എന്നൊക്കെ പ്രതീക്ഷിച്ച്. പക്ഷെ ഓഗസ്റ്റിലാണ് ആ പ്രൊമോ വരുന്നത്. ലാലേട്ടനെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊച്ചി വെച്ചായിരിക്കും ഷൂട്ട് ഉണ്ടാവുക എന്ന് തോന്നുന്നു. അങ്ങനെ ലാലേട്ടനെ വെച്ച് ഷൂട്ട് ചെയ്യിച്ചിട്ട് ഒരു പ്രൊമോ വരുന്നുണ്ട്. അത് ഓഗസ്റ്റിലാണ് വരിക. അത് ചിലപ്പോൾ ഓണത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ട്രെയിലർ പോലെയൊക്കെ ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. അപ്പം സെപ്റ്റംബർ ആദ്യവാരം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളൂ. അത് അടുത്ത മാസമേ നമുക്ക് അതിന്റെ കാര്യങ്ങളും ഒക്കെ അറിയുള്ളൂ. ഇപ്പം അതിന്റെ ഓഡിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, കുറെ പേര് മെയിലുകൾ അയച്ചിട്ടുണ്ട്, മെയിലുകൾ റിജക്റ്റ് ആയിട്ടുണ്ട്, കുറെ പേർക്ക് കോളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ മൈജി ത്രൂ അപ്ലൈ ചെയ്തവർക്കാണ് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിട്ടുള്ളത്. കുറെ പേര് റിജക്റ്റ് ആയിട്ടുണ്ട്. കോളുകൾ വരുന്നത് തന്നെ അവരുടെ പ്രൊഫഷനും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിട്ടുള്ള കോളുകളാണ് വരുന്നത്. കുറെ കാര്യങ്ങൾക്ക് മെയിലുകൾ റിജക്ഷൻ ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് കാത്തിരിക്കാം, അത് കോമണേഴ്സിന്റെ കാര്യമാണ്. പക്ഷെ അല്ലാണ്ട് കുറച്ച് കണ്ടസ്റ്റന്റ് 10-18 കണ്ടസ്റ്റന്റുകളൊക്കെ നമ്മൾ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഏകദേശം ആൾക്കാർ തന്നെ ആകാനാണ് ചാൻസ്. 20% മാത്രമേ ഉള്ളൂ നമ്മൾ അറിയാത്ത കുറച്ച് പേരൊക്കെ വരിക. എന്തായാലും പ്രഡിക്ഷൻ ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരും കൂടെ ഉണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ. അതും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും, ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പം വന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് തുടങ്ങും. നീ വന്ന് എന്നും മറ്റേ വീഡിയോ ഇടുന്നുണ്ടല്ലോ, പക്ഷെ എന്നാണ് ഇത് സംഭവം എന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാൻ പോകുന്നത് സെപ്റ്റംബർ ആദ്യവാരം തന്നെയായിരിക്കും. അതിന്റെ ഡേറ്റും കാര്യങ്ങളും ലോക്ക് ആയിട്ടില്ല. അത് ലോക്ക് ആകുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുവരെയ്ക്കും നമ്മുടെ ചാനലിൽ കൂടെ സ്റ്റേ ട്യൂൺ. അതോടൊപ്പം തന്നെ കോമണേഴ്സിന്റെ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ, ആരൊക്കെയാണ് കോമണേഴ്സിൽ വരാൻ ചാൻസ്, ആർക്കൊക്കെയാണ് കോൾ കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം സീസൺ 8 കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. കാരണം സീസൺ 7 കുറേ അപാകതകൾ ഉണ്ടായിരുന്നു. സീസൺ 7 TRP ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7. പക്ഷെ അതിലെ കുറെ കളികളൊക്കെ അല്ലെങ്കിൽ കുറെ ഗെയിമൊക്കെ ഒരു രസമില്ലാത്ത ഒരു ഗെയിമുകളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതെന്തായാലും ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇത്തവണ അതിനെക്കാട്ടും കുറച്ചും കൂടെ കടുകട്ടിയായിട്ടുള്ള ഗെയിമുകളും ടാസ്കുകളും ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇത്തവണ വരിക. എന്തായാലും സീസൺ 7 ഗെയിംസ് അല്ലെങ്കിൽ കളികളും ടാസ്കുകളൊക്കെ വളരെ ശോകമായിരുന്നു. പക്ഷെ ഈ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും കൂടുതൽ TRPയും ഏറ്റവും കൂടുതൽ പൈസയും കളക്ട് ചെയ്തിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7. പക്ഷേ സീസൺ 8 അതിനെക്കാട്ടും മുകളിൽ പോകുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ തവണത്തെ പോലുള്ള ടാസ്കുകൾ ആകില്ല. കുറച്ചും കൂടെ കടുകട്ടിയായി, അല്ലെങ്കിൽ നമ്മൾ തമിഴിലൊക്കെ കണ്ടുവരുന്ന കൂട്ട് കടുകട്ടിയായിട്ടുള്ള ഭയങ്കര കരബലം അല്ലെങ്കിൽ ശാരീരിക ബലം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗെയിമുകളൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടസ്റ്റന്റ് കൂടെ അങ്ങനെ ആയിരിക്കണം. കഴിഞ്ഞ തവണത്തെ കണ്ടസ്റ്റന്റ് അങ്ങനെ ആയിരുന്നില്ല. അതൊക്കെയാണ് പല ടാസ്കുകളും ചീറ്റിപ്പോയത്. ഇത്തവണ അങ്ങനെ ചീറ്റിപ്പോവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം സെപ്റ്റംബറിന് വേണ്ടിയിട്ട്. എന്തായാലും ഓഗസ്റ്റിൽ ഒരു പ്രൊമോ വരുന്നുണ്ടാവും, ലാലേട്ടൻ വെച്ചിട്ടുള്ള പ്രൊമോ. അതിനുവേണ്ടിയും കാത്തിരിക്കാം. അത് വന്നു കഴിയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ അറിയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ മിനിക്ക് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് കുറച്ച് ആളുകളും കൂടെ ചേർന്നിട്ടുണ്ട്. അതും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ടാറ്റാ ബൈ.